ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നതേ ഞങ്ങളെല്ലാം കൂടി ഈവനിങ് ആയപ്പോൾ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എവിടേക്കാണ് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട് കേട്ടോ, താന്നി ബീച്ച്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വൈകിട്ടായപ്പോൾ നേരെ വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ കാണാനായിട്ട്. നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജിലേക്ക് കയറും, അവിടെ നമുക്ക് കായൽ കാണാൻ സാധിക്കും കേട്ടോ. അവിടെ നിർത്തിയിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം കുറവാണ്. പിന്നെ മഴയെങ്ങാനും പെയ്തു കഴിഞ്ഞാൽ ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് ഓർത്തിട്ട് നമ്മൾ അവിടെ നിർത്തിയില്ല. പോകുന്ന വഴിക്ക് തന്നെ അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോവുമായിരുന്നു. നമ്മൾ ബീച്ചിനടുത്തേക്ക് എത്തുമ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് അവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ ഈ കായലും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ചെന്നിട്ട് ഞാൻ ആ വ്യൂ ഒന്നുകൂടി ഷൂട്ട് ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മൾ ദേ ആ ബീച്ചിനടുത്ത് എത്താറായി കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ദേ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നത് ബീച്ചും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കായലും കാണാൻ സാധിക്കും. നടുവിലൂടെ റോഡ്. ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് കേട്ടോ. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നമ്മൾ നേരിട്ട് ഇങ്ങനെ അതിലെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ആ ഏരിയ കാണാനൊക്കെ. അങ്ങനെ നമ്മളിതേ ആ ബീച്ചിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി കാല് നനയ്ക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോവാണ് കേട്ടോ. ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ ഒരു രസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രണ്ടു വശത്തെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ മുന്നിലേക്ക് പോവാണ്. കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോഴാണ് അവിടെ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊരു ചെറിയൊരു ബീച്ച് സെറ്റപ്പ് പോലെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ വരെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ തണുത്ത കാറ്റും. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ എന്ത് മനോഹരമാണ് അവിടെ എന്നുള്ളത്. വീഡിയോയിൽ അത് എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. നല്ല ഭംഗിയാണ് കാഴ്ച കാണാൻ. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ദേ ബീച്ചിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനത്തിൽ നമുക്ക് പോകാൻ പറ്റി. അപ്പോൾ അത് തന്നെ കുറച്ച് നേരം ദേ ഈ പാറക്കെട്ടുകളുടെ മുകളിലൊക്കെ കയറി നിന്ന് അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അതിനുശേഷം താഴേക്ക് ഇറങ്ങി തിരയിലൊക്കെ കളിക്കാനായിട്ട് പോയി. അന്നുബേബിക്ക് ബീച്ചിൽ കളിക്കുന്നതിനപ്പുറത്തേക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് വേറൊന്നും ഇല്ല കേട്ടോ. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഒരു ക്രേസാണ്. ഈ തിരയിലൊക്കെ ഇങ്ങനെ കാല് നനയ്ക്കാനൊക്കെ ഭയങ്കര ക്രേസാണ്. ഓനും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ കൊച്ചിലെ. പക്ഷെ ഇപ്പൊ വലുതായതിനു ശേഷം അത്ര അങ്ങനെ തിരയിൽ കാല് നനയ്ക്കണം അങ്ങനൊന്നുമില്ല. അപ്പൊ അതേ ഞങ്ങൾ അവിടെ ചെന്നപ്പോ കുറെ കുട്ടി 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 ഞണ്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അക്കു ആണെങ്കിൽ കുറെ നേരം അതിനെ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എവിടെ അതിനെ പിടിക്കാൻ പറ്റില്ല, അത് ഭയങ്കര സ്പീഡാണ്. അന്നു ബേബി അതുപോലെ തന്നെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് നേരം അവിടെ നിന്ന് ഞങ്ങൾ തിരയിലൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോയത്. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. കുട്ടികളുടെ കൂടെ ഇങ്ങനെ നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയി. ഓരോ വേവ്സും ഇങ്ങനെ വന്ന് കാലിൽ തൊട്ട് പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. കൊച്ചിലേ മുതൽ തന്നെ എനിക്ക് ബീച്ചിനോട് ഭയങ്കര അട്രാക്ഷൻ ആണ് കേട്ടോ. ഞാൻ കുഞ്ഞിലേക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ നാട്ടിലേക്കൊക്കെ പോയി താമസമായതിനു ശേഷം ഇവിടെയൊക്കെ വരവ് അധികം റെയർ ആണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്തോ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഒരുപാട് വന്ന് പോകുന്ന പോലെയാണ്. ഭയങ്കര നൊസ്റ്റാൾജിക് ആണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞണ്ടിനെ കണ്ടു എന്ന്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു ഞണ്ടേ ഉള്ളായിരുന്നു. പിന്നെ അതേ ഒരു കൂട്ടം ഞണ്ടുകൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ നമ്മൾ നിൽക്കുന്നിടത്തേക്ക് വരും. ആ തിര വരുമ്പോൾ അതിലൂടെ അങ്ങോട്ട് പോയിട്ട് പിന്നെയും വീണ്ടും നമ്മൾ നിൽക്കുന്നിടത്തേക്ക് വന്ന് ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കും കുറച്ച് നേരം. നമ്മളൊന്ന് അതിനടുത്തേക്കൊന്ന് അനങ്ങിയാലേ നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ അത് ഭയങ്കര സ്പീഡിൽ അങ്ങ് ഓടും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പിടിക്കാനൊക്കെ കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയാക്കും. പക്ഷേ അതിന്റെ സ്പീഡിന് മുന്നിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ഓടി കളിക്കുന്ന കാണാനായിട്ട്. ഇതുപോലെ രണ്ട് സൈഡിലുണ്ടായിരുന്നു. ഞങ്ങൾ നിന്ന് ഈ ഒരു സൈഡിലുണ്ടായിരുന്നു, അപ്പുറത്തെ സൈഡിലേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അതൊക്കെ ഇങ്ങനെ നോക്കി അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതൊക്കെ നടന്ന് ഞങ്ങൾ നിൽക്കുന്നതിന് ആ തൊട്ട് ഫ്രണ്ടിലായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഓരോ തിര വരുമ്പോഴും ഞാൻ വിചാരിക്കും ചിലപ്പോൾ ഈ തിരയുടെ കൂടെ പോയി ഇതങ്ങ് ഉള്ളിലേക്ക് പോകുന്നു. പക്ഷെ അങ്ങനെ അല്ലാതെ അവിടെ ബാലൻസ് ചെയ്താൽ മണ്ണിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ പോവുകയാണ് കേട്ടോ. മുന്നിലേക്ക് തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു തിരയിലും അത് ഉള്ളിലേക്ക് പോകുന്നില്ല കണ്ടോ. ആ തിര അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് അത് എവിടെയാണോ നിന്ന് ആ ഭാഗത്ത് തന്നെ നിൽക്കുന്ന കാണാൻ സാധിക്കും. ഓരോ തിര പോയി കഴിയുമ്പോഴും അതിങ്ങനെ മുന്നിലേക്ക് നീങ്ങി എല്ലാം ഇങ്ങനെ ഓടി പോവുകയാണ് കേട്ടോ. അപ്പൊ അത് കുറേ നേരം ഇങ്ങനെ ഞങ്ങൾ നോക്കുന്നുണ്ട്. കുട്ടി ഞണ്ട് ഇങ്ങനെ പോകുന്ന കാണാൻ അതിങ്ങനെ കാണുമ്പോൾ രസമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഓരോ കാഴ്ചകളൊക്കെ കണ്ട് കടലിലൊക്കെ കളിച്ച് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. അല്ലെങ്കിലും ഇങ്ങനെയാണ് ബീച്ചിൽ വന്നാൽ ഞങ്ങൾക്ക് സമയം പോകുന്ന അറിയേയില്ല. അങ്ങനെ നിന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ സൺസെറ്റിന് സമയം ആകാറായി വരികയാണ്. കാർമേഘം ഉള്ളതുകൊണ്ട് ഫുള്ളായിട്ടുള്ള സൺസെറ്റ് കാണാൻ പറ്റുമോ എന്നറിയില്ല. ബട്ട് സ്റ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറി ഇവിടെ വന്ന് നിന്ന് കുറച്ച് നേരം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ ഒന്നുകൂടെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങിയത്. തിരിച്ച് പോരാൻ നേരം ഞങ്ങൾ മൂന്നാളോടി ഓരോ പോപ്സിക്കിളും വാങ്ങി കഴിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.